MLA ബോർഡ് മാറ്റാത്തതിന് കൊല്ലം മുൻ MLA M മുകേഷിനെതിരെ പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളമാണ് ജില്ലാ കളക്ടർക്കും പോലീസിനും പരാതി നൽകിയത്. ആനന്ദവല്ലീശ്വരത്തെ ഓഫീസിന് സമീപത്തെ ബോർഡ് മാറ്റിയില്ലെന്നാണ് പരാതി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. R. അരുൺരാജ് അവിടെ എത്തി അന്വേഷിച്ചു. എന്താണ് കണ്ടെത്തിയതെന്ന് നോക്കാം. M മുകേഷ് MLA ഓഫീസ് ആനന്ദവല്ലീശ്വരൻ നഗർ 96. തെറ്റിദ്ധരിക്കേണ്ട, കൊല്ലം MLA ബിന്ദു കൃഷ്ണ തന്നെയാണ്. പക്ഷേ കൊല്ലത്ത് ഇപ്പോഴും മുകേഷ് MLA ആണെന്ന ബോർഡാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ആ വിഷയം ഉയർത്തി കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണ്. രംഗത്ത് വന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയ വിഷ്ണു സുനിൽ പന്തളമാണ് ഈ പോസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്ക് പേജിലിട്ടത്. എന്താണ് ഇതിന് പിന്നിൽ? കാരണം മുകേഷ് ഇപ്പോഴും MLA തന്നെ തുടരുകയാണോ കൊല്ലത്ത്? ഞങ്ങൾക്ക് മുൻ MLA ശ്രീ മുകേഷിനോട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു സിനിമാ ഡയലോഗാണ്, അന്തസ് വേണം അന്തസ്. ഇവിടെ M മുകേഷ് MLA കഴിഞ്ഞ 10 വർഷക്കാലം ഒരു പാർട്ട് ടൈം MLA ആയിട്ട് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ ജനം തിരസ്കരിച്ചുകൊണ്ട് ഇവിടെ ബിന്ദു കൃഷ്ണ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വന്നത്. പണ്ട് അദ്ദേഹം ജയിച്ച് മന്ത്രിയാവാതെ പിണങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ച് മണ്ഡലത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ തോറ്റുപോയിട്ടും മുൻ MLA ആയി എന്നുള്ള കാര്യം അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ കൊല്ലം വെസ്റ്റ് SHOയ്ക്കും ഇതിന് പരാതി കൊടുത്തിട്ടുള്ളത്. പണ്ടും അദ്ദേഹത്തെ നമ്മൾ പരാതി കൊടുത്താണ് തിരിച്ച് മണ്ഡലത്തിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ പണ്ട് ബാക്കി വെച്ചിരുന്ന ആ MLA ബോർഡും കൂടി കൊണ്ടുവരാനും യൂത്ത് കോൺഗ്രസ് തന്നെ വേണ്ടി വരുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവിടെ പറയുവാനുള്ളൂ. എന്നാലും മുൻ MLA ആണ് അദ്ദേഹം, ഈ പോയപ്പോൾ മറന്നുപോയതാകാം അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം മറന്നുപോയതാവാം, മറന്നു പോകാത്ത സിനിമാത്തിരക്കടക്കമുള്ള വ്യക്തിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് മറവി ഉണ്ടാകാം. ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ അണികൾ മാറ്റാൻ തയ്യാറായി കാണത്തുമില്ല. അതുമായിരിക്കാം. പക്ഷേ അത് കൃത്യമായി അദ്ദേഹം തോറ്റു എന്നുള്ളതും ആ ഹാങ് ഓവർ വിട്ട് പോകണം എന്നുള്ള കാര്യം യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ബോർഡും കൂടി എടുത്തുകൊണ്ട് അദ്ദേഹം പോകണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നിയമപരമായി തന്നെ കാര്യത്തിൽ പോകും. തീർച്ചയായിട്ടും നിയമപരമായിട്ട് പോകും. അതിനകത്ത് കൃത്യമായി ഇതിൻ്റെ ഡേറ്റും ടൈമും അടക്കം നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ അറിയാം. ഈ ഇംപേഴ്സണൈസേഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ബോർഡുകൾ വെക്കുന്നതിനകത്ത് നമ്മൾ വാട്ടർമാർക്ക് അടക്കമുള്ള അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്. അതടക്കം പാലിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ കൊല്ലം വെസ്റ്റ് SHOയ്ക്കും പരാതി നൽകിയിരിക്കുന്നത്. M മുകേഷിനോട് ഈ ബോർഡ് എടുത്തുകൊണ്ട് പോകാൻ പറയുന്നതിനൊപ്പം തന്നെ നിയമപരമായുള്ള പോരാട്ടത്തിലേക്ക് കൂടി യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ്. നിയമപരമായി ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന ഇത്തരത്തിൽ വെച്ചിരിക്കുന്നത് തെറ്റാണ് എന്നുകൂടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായാലും മറന്നതാകാം, പക്ഷേ എത്രയും വേഗം എടുത്തു മാറ്റണം. സ്ഥലത്ത് ഒരു MLA ഉണ്ട്, സ്ഥലം MLA മന്ത്രി കൂടിയാണെന്ന കാര്യം M മുകേഷ് മറന്നു പോകരുത് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ക്യാമറാമാൻ അരവിന്ദ് കൃഷ്ണയ്ക്കൊപ്പം R. അരുൺരാജ്, ബിഗ് TV. മറന്നുപോയതായിരിക്കും, അല്ലാതെ നമ്മുടെ M മുകേഷ് MLAക്ക് ആ ബോർഡ് കൊണ്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇനി ആ ബോർഡ് എടുത്താൽ മാറ്റമായിരിക്കും. ശരിക്കും MLA നമ്മുടെ മന്ത്രി ബിന്ദു കൃഷ്ണയാണ് കേട്ടോ.